മണ്ണിനെ, മനുഷ്യനെ അറിഞ്ഞെഴുതിയതുകൊണ്ട് കാലാതിവർത്തിയായി നിൽക്കുന്ന എഴുത്തുകാർ മലയാളത്തിലുമുണ്ടല്ലോ. ഒരു നൂറ്റാണ്ടിലധികം കാലം മുൻപ് നിലനിന്നിരുന്ന സാമൂഹ്യ അവസ്ഥകളെ പ്രതിഫലിപ്പിക്കാൻ കുമാരനാശാൻ തയ്യാറായിരുന്നില്ലെങ്കിൽ ചണ്ഡാലഭിക്ഷുകി പോലുള്ള ഒരു കൃതി മലയാളത്തിലുണ്ടാകുമായിരുന്നു. സ്വന്തം ചുറ്റുപാടുകളെ അവഗണിച്ച് മുന്നോട്ട് പോയിരുന്നെങ്കിൽ തകഴിയിൽ നിന്ന് രണ്ടിടങ്ങഴി പോലെയുള്ള ഒരു കൃതി ഉണ്ടാകുമായിരുന്നു. അവയെല്ലാം സമൂഹത്തിന് നേർക്ക് പിടിച്ച കണ്ണാടികളായി എന്ന് മാത്രമല്ല, ആശയം കൊണ്ടും സാഹിത്യഭംഗി കൊണ്ടും കാലാതിവർത്തിയാവുകയും ചെയ്തു. അതെല്ലാം കൊണ്ട് തന്നെ നമുക്ക് നിസ്സംശയം പറയാനാകും, സാഹിത്യം സമൂഹത്തിൽ നിന്ന് വേറിട്ട് നിൽക്കേണ്ട ഒന്നല്ല. എഴുത്തുകാരന് അഭിപ്രായമോ രാഷ്ട്രീയ ചായ്വോ ഉണ്ടായിപ്പോയാൽ അയാൾക്ക് ഹൃദയച്ചുരുക്കം വന്നു പോകില്ല എന്ന്. വിശാലമായ ലോകത്തിലേക്കും ഇതപര്യന്തമുള്ള കാലത്തിലേക്കും ഒരു കിളിവാതിൽ തുറന്നു വെക്കുകയാണ് പുസ്തകോത്സവങ്ങൾ. അവ നമ്മുടെ ബോധത്തെ നവീകരിക്കണം. ആ ധർമ്മം നിറവേറ്റാൻ ഈ പുസ്തകോത്സവത്തിനും ഇവിടെ നടക്കുന്ന ചർച്ചകൾക്കും കഴിയട്ടെ.